എൻ്റെ പേര് ഐറിൻ. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ വരാനിടയായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അനുവെന്ന് പറയുന്ന കുട്ടി കാരണമാണ്. അവൾ പറഞ്ഞു, ചേച്ചി ഇവിടെ മാതാവിൻ്റെ കുറേ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എപ്പോഴും വിഷമങ്ങളല്ലേ, നമുക്ക് ഒരുമിച്ച് മാതാവിൻ്റെ അടുത്ത് പോകാം. അങ്ങനെ 8-ാം തീയതി 10-ാം മാസം 2022 ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ 2 മക്കളും എൻ്റെ 2 പെൺകുട്ടികളുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ കൂടുതൽ പ്രയോറിറ്റി അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. ഞാൻ ജൂബിലിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് വിദേശത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് അത്യാവശ്യം നല്ല രീതിക്ക് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ജോലിക്കൊന്നും പോകത്തില്ല. 2-3 തവണ കമ്പനിയിൽ നിന്ന് വാണിംഗ് കൊടുത്തായിരുന്നു. എന്നാലും എൻ്റെ ഭർത്താവ് മദ്യപാനത്തിൽ അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ ഉടമ്പടിയുടെ കാര്യം എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാര്യം ഞാൻ ജോലിക്ക് പോകും, വരും, മക്കളുടെ കാര്യം നോക്കും, അങ്ങനെ കുറേ ഇതായിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ഭർത്താവ് ലീവിന് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവിന് കൗണ്ടൊക്കെ കുറഞ്ഞു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ RFT LFT ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഗാമയൊക്കെ കൂടുതലാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ കൂടുതലാണ്, ഇനി കുടിച്ചാൽ ഒരു പക്ഷേ ജീവിതം തന്നെ അവതാളത്തിലാകും. ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇനി കുടിക്കില്ല. പിന്നെ ലീവ് കഴിഞ്ഞ് തിരിച്ച് ഗൾഫിൽ പോയി കഴിഞ്ഞ് അപ്പോൾ സാർ എന്നോടൊരു കാര്യം പറഞ്ഞു, അയറിനെ ഇനി ഒറ്റയ്ക്ക് വിടണ്ട, പോകുവാണെങ്കിൽ താനും കൂടെ പോകണം. ചില ആൾക്കാർക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാകൂല. അപ്പോഴും ഞാനത് കാര്യമാക്കിയില്ല. പിള്ളേർ ഇവിടെയല്ലേ, എല്ലാവരെയും കൊണ്ട് നമുക്കവിടെ പോകാൻ പറ്റൂല. അങ്ങനെ എൻ്റെ ഭർത്താവ് ലീവ് കഴിഞ്ഞ് തിരിച്ച് അവിടെ ജോലി സ്ഥലത്ത് ദുബായിൽ പോയി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി, എന്തായാലും സാറ് പറഞ്ഞ കണക്ക് ഞാനൊരു സപ്പോർട്ടായിട്ട് എൻ്റെ ഭർത്താവിന് കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ മദ്യപിക്കില്ലായിരിക്കാം. അതുകൊണ്ട് ഞാൻ 15/11/2023 ജൂബിലിയിൽ റിസൈൻ കൊടുത്തു. 1 മന്ത് നോട്ടീസ് പീരീഡ് ആയിരുന്നു. അപ്പോൾ റിസൈൻ കൊടുത്ത് 1 മാസം കഴിഞ്ഞ് 14-ാം തീയതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റ് കുമാർ സാർ എന്നോട് പറഞ്ഞു, അയറിനെ നീ ദുബായിൽ പോകുമ്പോൾ നിൻ്റെ വലതുവശത്ത് ഈശോയും നിൻ്റെ ഇടതുവശത്ത് ഞാനും ഉണ്ടാകും. ഒരു തമാശ എന്ന രീതിയിലാണ് സാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. 26-ാം തീയതി എൻ്റെ വിസിറ്റിംഗ് വിസ വന്നതും ഞാൻ എൻ്റെ ഭർത്താവിന് അയച്ചു കൊടുത്തതിന് ശേഷം ഒരാഴ്ച എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കില്ല, സംസാരിക്കില്ല, എനിക്ക് ഒരു ഡീറ്റെയിൽസും അറിയില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അവരുടെ കമ്പനിയിൽ വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു സാറ് പറഞ്ഞു, ജോസഫിന് വയ്യ, അതുകൊണ്ട് ജോസഫിനെ ഞങ്ങൾ കയറ്റി വിടുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ വിസിറ്റിംഗ് എടുത്തിരിക്കുകയാണ്, ജനുവരി 12-ന് ഞാൻ അവിടെ വരാൻ വേണ്ടി എല്ലാ പ്രിപ്പറേഷനും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവിന് ജോലിക്ക് നിർത്തുന്നില്ല, തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താകും? അപ്പോൾ സാറ് പറഞ്ഞു, ഞങ്ങൾ പല വാണിങ്ങും അവന് കൊടുത്തു, പക്ഷേ ഇനി അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല, ഇനി ഞങ്ങൾക്കിവിടെ സ്ഥാപനത്തിൽ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 31-ന് എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പല രീതിക്കും വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ മുറുകെ പിടിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അത് ചിന്തിക്കുന്നേ ഇല്ല ആ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ ഞാൻ മൊബൈലെടുത്തപ്പോൾ ഞാൻ കൂടുതൽ സീരിയലിനാണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. ജോലി കഴിഞ്ഞ് വരും, പിള്ളേരെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ മൊബൈൽ വെച്ച് സീരിയൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ്റെ ഓരോ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ചാച്ചാ നമുക്കിനി ദുബായിൽ പോയി ഒരു ജോലി കണ്ടെത്താൻ പറ്റില്ല, അത് ഇത്രയും സാലറിയോടുകൂടെ. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ വിസിറ്റിംഗ് എടുത്ത അന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാം. എൻ്റെ ഭർത്താവ് ആദ്യം സമ്മതിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ വിഷമം കൊണ്ടും 2 പെൺമക്കളാണ് എനിക്കുള്ളത്, അതും കൊണ്ടും എൻ്റെ ഭർത്താവ് പറഞ്ഞു, ശരി നമുക്ക് പോകാം. അങ്ങനെ 12/1/2024 ഞാനും എൻ്റെ ഭർത്താവും ദുബായിലെത്തി. വേറെ 35,000 രൂപ എൻ്റെ കയ്യിലുള്ളൂ, പിന്നെ കുറച്ച് സ്വർണ്ണങ്ങളും. വേറെ നീക്കിയിരിപ്പായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കുമാർ സാർ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ വലതുവശത്ത് ഈശോയും നിൻ്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും. ഒരു ദേവനെ പോലെ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരാളെ ദൈവം തന്നു. ഞങ്ങൾക്ക് അവിടെ പോയി, ഇപ്പോൾ ദുബായിലൊക്കെ പോയാൽ അറിയാം, നമുക്ക് റൂമൊക്കെ കിട്ടാൻ പാടാണ്. അവിടെ റൂം റെൻറ്റും കൂടുതലാണെങ്കിൽ 35,000 ഒന്നിനും ആവില്ല. അങ്ങനെ ഞങ്ങൾക്ക് അക്കോമഡേഷനും കിട്ടി, റൂമും കിട്ടി. 15-ാം ദിവസമായപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും 15-ാം തീയതി ഞാനും എൻ്റെ ഭർത്താവും കമ്പനിയിൽ പോയപ്പോൾ സാറ് പറഞ്ഞു, ജോസഫിനോട് ഞാൻ പറഞ്ഞില്ലേ ജോസഫ് വരണ്ട, എനിക്ക് ജോസഫിനെ വേണ്ട.
അപ്പം ഞാൻ പറഞ്ഞു, അച്ചാച്ച ഞാനൊന്ന് കയറി സംസാരിക്കട്ടെ. മാതാവിൻ്റെ കാശുരൂപം ഞാൻ കയ്യിലും വച്ച് തൈലവും കയ്യിൽ പിടിച്ച് മുറുക്കെ പിടിച്ച് വെച്ചുകൊണ്ട് ഞാൻ കയറിയിട്ട് സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ എന്തായാലും വന്നു പോയില്ലേ, ഞാനൊരു നേഴ്സല്ലേ, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും, എനിക്കൊരു ജോലി ആകുന്നത് വരെ എൻ്റെ ഭർത്താവിനെ ഈ കമ്പനിയിൽ തുടരാൻ അനുവദിക്കണം. സാറ് പറഞ്ഞു, ഇല്ല പറ്റില്ല, ഒന്നല്ല ഒരുപാട് വാണിംഗ് തന്നെ ഭർത്താവിന് കൊടുത്തു, ഇനി പറ്റില്ല. ആൾ നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ ഈ മദ്യപാനം കാരണം എൻ്റെ ഭർത്താവിന് ജോലി തരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിതിവിടെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, അച്ചാച്ച ഞാൻ അവിടെ പോയി പറയും നിങ്ങളൊരു മദ്യപാനിയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് കിട്ടിയ അനുഭവം നീ ഇവിടെ പറഞ്ഞോ. അങ്ങനെ ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സാർ അപ്പോഴും പറഞ്ഞു, ഒരു രക്ഷയില്ലടാ, നിൻ്റെ ഭർത്താവിന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ഞാൻ വിസിറ്റിങ്ങിനാണ് പോയി, എനിക്കൊരു ജോലിയില്ല. തിരിച്ച് റൂമിൽ വന്നു. ഞാനും എൻ്റെ ഭർത്താവ് രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഭർത്താവ് രാവിലെ എണീക്കില്ല, ഞാൻ രാവിലെ 5:30 ആകുമ്പോൾ മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഭർത്താവ് വൈകുന്നേരം എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ വരികയൊക്കെ ചെയ്യും. പക്ഷേ പ്രാർത്ഥിക്കാനൊന്നും ആൾക്ക് താല്പര്യമില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളാണ് എൻ്റെ ഭർത്താവിന്. പക്ഷേ ഡെയിലി എന്നെ പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഇപ്പം എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് പറഞ്ഞ്, ഞാൻ അച്ചാച്ച വിഷമിക്കേണ്ട, അമ്മ മാതാവ് നമ്മുടെ കൂടെയുണ്ട്. ഇതുവരെയും നമ്മുടെ ഇന്ത്യൻ വിസ ദുബായിൽ ബാൻ ചെയ്തിട്ടില്ല. പക്ഷേ അത്ഭുതം തന്നെ പറയട്ടെ, എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരാളെ കമ്പനി എടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് വിസ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കമ്പനി എൻ്റെ ഭർത്താവിനെ വിളിക്കുകയും 22-ാം തീയതി എൻ്റെ ഭർത്താവിന് ജോയിൻ ചെയ്യാൻ പറയുകയും ആ കമ്പനിയിൽ തന്നെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ്റെ പകുതി പൈസയും കമ്പനി തരികയും 3 എമിറേറ്റ്സിലായിട്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ആ കമ്പനിക്ക് ഉപകാരം ഉണ്ടാകുകയും ചെയ്തു. ഉപേക്ഷിക്കപ്പെട്ട കല്ല് ആ ഭവനത്തിൻ്റെ മൂലക്കല്ലായതുപോലെയാണ് ഇപ്പം ആ കമ്പനിയിൽ തന്നെ 3 എമിറേറ്റ്സ് കൺട്രിയിലും എൻ്റെ ഭർത്താവിന് സാറ് വിശ്വസ്തയോടെ ജോലിക്ക് വിട്ടു. ഇപ്പോൾ പൂർണ്ണമായും എൻ്റെ ഭർത്താവ് മദ്യപാനം നിർത്തി ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നു. പിന്നെ എനിക്ക് ഈ നഖത്തിൽ ഭയങ്കര ഈർപ്പൊടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇൻഫെക്ഷൻ ആകും, നല്ല രീതിക്ക് സ്മെല്ലും വരും, പസും വരും. ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ കയ്യിൽ ഇതൊന്നും മാറ്റിത്തരണം. ഞാൻ 1-2 ആൾക്കാരെയല്ല, ഒരുപാട് പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് തന്നെ ആ സ്മെല്ല് പിടിക്കത്തില്ല. ഞാൻ മാതാവിൻ്റെ നേർച്ച തൈലം കൊണ്ട് അതിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും എനിക്കത് മാറിക്കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ദുബായിൽ പോയി കഴിഞ്ഞ് DHA എക്സാം എഴുതണം. എക്സാം എഴുതുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. 16-ാം തീയതി ഞാൻ ഇവിടെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ചേച്ചി ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുക്കാം, 3500 രൂപയാകുമെന്ന് പറഞ്ഞു. 3500 എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എടുക്കാനില്ലായിരുന്നു. ഞാൻ നാട്ടിൽ ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞ് 3500 ആക്കിയിട്ട് ആ പൈസ അയച്ചു കൊടുത്തു. 1 മാസമായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, 2 മാസമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ എപ്പോഴോ 7-ാം തീയതിക്കുള്ളിൽ എനിക്ക് മാതാവ് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ മാസം 7-ാം തീയതി എൻ്റെ സർട്ടിഫിക്കറ്റ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ പറഞ്ഞും പറയാതെ വിട്ടുപോയി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തടന്നു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു അനുഭവം പറയാൻ പറ്റുന്നില്ല. ഇതെല്ലാം എനിക്ക് അത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും അനു എന്നൊരു വ്യക്തി കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാതാവിന് എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്.